ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഘ ആ കാർഡ് സെലക്ട് ചെയ്യുകയാണ്, കല്യാണ കാർഡ്. അപ്പോൾ കല്യാണ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടത്, നന്നായിട്ടുണ്ട്, നോക്കി നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആഹാ, കൊള്ളാലോ, ഇത് നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ മുത്തശ്ശി ബാക്കിയുള്ളവരൊക്കെ പറയണമെന്ന്, സിദ്ധുവിനോട് കൊണ്ടൊന്ന് കാണിച്ചു തരും, അവനോട് ഇഷ്ടപ്പെട്ടോ ഒന്ന് ചോദിച്ചേര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി അതിൻ്റെ ഇടക്ക് കയറി, വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, മേഘ ഏതായാലും സെലക്ട് ചെയ്തതല്ലേ, മേഘയ്ക്ക് ഇഷ്ടപ്പെട്ടത് സിദ്ധുവിന് ഇഷ്ടപ്പെടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക ആ വഴി പോകുന്നത്. അപ്പോൾ ചന്ദ്രികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മേഘ, ഹലോ ചന്ദ്രികയെ, ഇങ്ങോട്ട് വന്നേ ചന്ദ്രിക എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ചന്ദ്രിക നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും 3 കാർഡ് എടുത്ത് നേരെ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചന്ദ്രികയെ, നിനക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഒന്ന് സെലക്ട് ചെയ്ത് തരാവോ കല്യാണ കാർഡ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സിദ്ധുവിനാണെങ്കിൽ ഭയങ്കര ആദ്യം തോന്നുകയാണ്. അപ്പോൾ ചന്ദ്രിക ആ കാർഡ് 3 നോക്കുകയാണ്. അതിന് ശേഷം മേഘ സെലക്ട് ചെയ്ത അതേ കാർഡ് തന്നെ ഈ ചന്ദ്രികയും എടുത്ത് മേഘയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നും പറഞ്ഞ്. ആഹാ, കൊള്ളാം, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണ് ചന്ദ്രികയും സെലക്ട് ചെയ്തത്, ഞാൻ ഇഷ്ടപ്പെട്ടതാണ് ചന്ദ്രിക ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നുകയാണ്. എന്തൊരു അർത്ഥം വെച്ച് പറഞ്ഞതുപോലെയാണ് ചന്ദ്രികയ്ക്ക് അവിടെ തോന്നിയത്. അങ്ങനെ കണ്ടത് നോക്കിക്കണ്ടേ, അപ്പോൾ ഈ കാർഡ് തന്നെ കൺഫേം ആക്കാല്ലേ, ഇത് തന്നെ മതി, ചന്ദ്രയും സെലക്ട് ചെയ്തത് ഒന്ന് തന്നെ, ഞാനും സെലക്ട് ചെയ്തത് ഒന്ന് തന്നെ, അപ്പോൾ ഇത് മതിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരിൽ എല്ലാവരും കൂടി ഇന്ന് കൂട്ടം കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയെ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നിനക്ക് ശരിക്കും അറിയാം, എന്നിട്ട് പോലും ഞാനും മേഘയും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി ആ കല്യാണ കാർഡ് വരെ നീ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു, എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ ചന്ദ്രികയെ എന്നിങ്ങനെ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രികയും അതേപോലെ തന്നെ മനസ്സ് ചിന്തിക്കുകയാണ്, സിദ്ധു സാറേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല, എന്നെക്കാലം നന്നായിട്ട് ചേരുന്നത് അത് മേഡം തന്നെയാണ് സാറിന് ചേരുന്നത്, നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണം, അതിന് ഞാനൊരു തടസ്സമാകാൻ പാടില്ല, എന്നോടുള്ള ഇഷ്ടം സാറ് മറന്നേര് എന്നൊക്കെയാണ് നമ്മുടെ ചന്ദ്രികയും മനസ്സിൽ കരുതുന്നത്. അങ്ങനെയൊക്കെ കരുതി ചന്ദ്രിക ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് പോയി നേരെ സിദ്ധുവിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ പോകുന്നത്. പക്ഷേ സിദ്ധു ചന്ദ്രികയെ നോക്കുന്നുണ്ട്, പക്ഷെ ചന്ദ്രികയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. സിദ്ധുവാണെങ്കിൽ ചങ്ക് തകർന്നൊരവസ്ഥ. സിദ്ധു ഇരുന്ന് ഭയങ്കര കരയുന്നതിൽ കണ്ണൊക്കെ നിറയുകയാണ്. പക്ഷേ സിദ്ധുവിൻ്റെ ആ വിഷമം ഈ മേഘ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കിയാണ്. മേഘയ്ക്ക് ഏതായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷേ മേഘ ഒന്നും തുറന്നു പറയില്ലല്ലോ. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന് നന്നായിട്ട് തന്നെ അറിയാം. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ സിദ്ധു ആണെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്തിങ്ങനെ മഴയത്തിങ്ങനെ നനഞ്ഞിരുന്ന് ഭയങ്കര കരച്ചിൽ. ഈ ചന്ദ്രിക പറഞ്ഞ കാര്യങ്ങൾ മുഴുവനുമാണ് സിദ്ധുവിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. സാറെന്നെ മറന്നേക്കണം, ഇനി ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത്, എൻ്റെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളാണ്, ആ ലോകത്തേക്ക് മറ്റാർക്കും സ്ഥാനമില്ല എന്നും പറഞ്ഞ് ആ ലെറ്റർ വലിച്ചു കീറി കളഞ്ഞ കാര്യമാണ് സിദ്ധു അവിടെ കരഞ്ഞുകൊണ്ട് ആലോചിക്കുന്നത്. അങ്ങനെ കരഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോഴാണ് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. എടാ, നീ ഇവിടെ ഇരിക്കുകയാണ്, നീ എന്തിനാണ് ഈ മഴയത്ത് നനഞ്ഞിങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത് സിദ്ധു, നീ വന്നണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിക്കുകയാണ്. പക്ഷേ സിദ്ധു അവിടെ നിന്ന് അനങ്ങാൻ പോലും ശ്രമിക്കുന്നില്ല. സിദ്ധു അപ്പോഴും ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇരുന്നിട്ട്, എനിക്കറിയാടാ നിന്റെ മനസ്സിൽ എത്രമാത്രം സങ്കടമുണ്ടെന്ന് അറിയാം, ചന്ദ്രയോട് നിനക്ക് ഇഷ്ടം, നിനക്ക് തുറന്നു പറയാനായിട്ട് പാടില്ല, നീ എന്താ തുറന്നു പറയാത്തത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സിദ്ധു ആണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവൾ മനസ്സിലാക്കി കഴിഞ്ഞു, പക്ഷേ ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നവൾ തിരിച്ചറിയുന്നില്ല. അപ്പോഴും അവൾ എന്നോട് പറയുന്നത് മേഘയെ കല്യാണം കഴിക്കണം, മേഘയോടൊത്ത് ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട്, എടാ ഞാൻ എഴുതി വെച്ച ആ ലെറ്റർ അവൾ വലിച്ചു കയറി എൻ്റെ മുഖത്തെറിഞ്ഞടാ എന്നും പറയുകയാണ് ഈ സിദ്ധു. ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടാ ചന്ദ്രികയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും മാത്രം മേഘ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്, അത് നീ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ നീ എല്ലാവരുടെ മുന്നിൽ നിനക്ക് മേഘയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയണം, അല്ലാതെ ഇവിടെ വന്നിരുന്നിങ്ങനെ കരഞ്ഞു കഴിയണമെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നതെടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കൂട്ടുകാരൻ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ആണെങ്കിൽ, എടാ എനിക്ക് ജീവിക്കാനായിട്ട് തോന്നുന്നില്ലടാ, എനിക്ക് മരിച്ചു കളയാനായിട്ട് തോന്നുകയാണ്, എനിക്കിവിടെ നിന്ന് നാട് വിടാനായിട്ട് തോന്നുന്നു,
എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ നാട് വിടാനോ? എടാ നീ പഠിച്ചവനല്ലേ? നീ പഠിച്ചവനായിട്ടും നീ എന്തിനാ ഇത്തരം മനോഹരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടുന്നത്? നീ ഇവിടെ നിന്ന് നാട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മേഘ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എടാ മേഘ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നീ പോയാലും അവൾ വേറെ കല്യാണമൊന്നും കഴിക്കാനായിട്ട് പോകുന്നില്ല. അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ തിരിച്ചു വരുന്നത് വരെ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും. പിന്നെ ചന്ദ്രികയോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നീ അവളില്ലാതെ നീ ജീവിച്ചിരിക്കില്ല എന്നെനിക്കറിയാം. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? നീ മറ്റുള്ളവരോട് നിന്റെ ഇഷ്ടം തുറന്നു പറയണം. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘയോട് അവർ കൺവിൻസ് ചെയ്യും വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഇല്ലാതെ ആവില്ലേ? നിനക്കതും പറയാനായിട്ട് പറ്റില്ല. എടാ ഞാൻ എങ്ങനെ അവരോട് തുറന്നു പറയും? എനിക്കറിയില്ലടാ. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പക്ഷെ തുറന്നു പറഞ്ഞാലും ചന്ദ്രിക എന്നോട് ഇഷ്ടമാണെന്ന് പറയണം. പക്ഷെ ഇതുവരെയായിട്ടും അവൾ എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഞാൻ എന്താണോ പറയേണ്ടത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ്. ഒരു വാക്ക് അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെ മുന്നിൽ പോയി പറയും എനിക്ക് മേഘമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല എന്ന്? അവളത് പറയുന്നത് വരെ എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനാണെങ്കിൽ നമുക്കിതിന് എന്തെങ്കിലും പരിഹാരം ഒപ്പിക്കാം. നീ ഏതായാലും കൂടെ വാ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. സിദ്ധു ആണെങ്കിൽ കരച്ചിൽ നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രികയാണ്. അപ്പോൾ ചന്ദ്രിക ഭക്ഷണങ്ങളെല്ലാം ടേബിളിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. അപ്പോഴാണ് സിദ്ധു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സിദ്ധു ചന്ദ്രികയെ കാണുകയാണ്. അപ്പോൾ ചന്ദ്രികയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയോട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് സിദ്ധു നേരെ ചന്ദ്രികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ സാറേ, എനിക്ക് ചന്ദ്രികയോട് അല്പം സംസാരിക്കാനുണ്ട്. സാറ് പോകാനായിട്ട് നോക്ക് സാറേ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? വേണ്ട, ആരുമില്ലാത്തപ്പോൾ എന്നോട് സാറ് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. സാറ് പോകാനായിട്ട് നോക്ക് എന്ന് പറയുകയാണ്. ചന്ദ്രികയെ, എനിക്ക് ചന്ദ്രികയോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിനു വേണ്ടിയാണ് ചന്ദ്രികയെ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്താ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ചന്ദ്രികയെ, ഞാൻ പറയുന്നത് കേൾക്ക് ചന്ദ്രികയെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്ക് സാറേ, ദയവ് ചെയ്ത് സാറേ, സാറിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. സാറ് പോകാനായിട്ട് നോക്ക്. പക്ഷേ സിദ്ധു പോകാതെ ചന്ദ്രികയുടെ അടുത്തേക്ക് നീങ്ങി ചെല്ലുകയാണ്. ഇത് കണ്ട ചന്ദ്രിക പേടിച്ച് തൻ്റെ കയ്യിൽ വെച്ച ഗ്ലാസ് താഴത്തേക്ക് വീഴുകയാണ്. ഈ ഗ്ലാസിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈ സിദ്ധുവിൻ്റെ അമ്മ അങ്ങോട്ട് വരികയാണ്. വീൽ ചെയറിലാണല്ലോ. അപ്പോൾ വീൽ ചെയറും തള്ളിക്കൊണ്ട് ഇങ്ങനെ വരികയാണ് ഈ സിദ്ധുവിൻ്റെ അമ്മ. എന്താ പറ്റി? അയ്യോ ചന്ദ്രികയെ, ഇതെന്ത് പറ്റി ചന്ദ്രികയെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മാഡം, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഗ്ലാസ് താഴേക്ക് വീണതാണ് എന്ന് പറയുകയാണ്. ചന്ദ്രികയെ, അത് പെട്ടെന്ന് ക്ലീനാക്ക്, കയ്യിൽ കുത്തിക്കൊള്ളാതെ സൂക്ഷിക്കണം. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക ആ കുപ്പി ഗ്ലാസ് എൻ്റെ പൊട്ടിയതൊക്കെ മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധുവിന് ദേഷ്യം വന്നിട്ട് സിദ്ധു നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ പിന്നാലെ ഈ സിദ്ധുവിൻ്റെ അമ്മയും ചെല്ലുകയാണ്. എടാ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കണം. നീ എന്തിനിങ്ങനെ ടെൻഷൻ? അമ്മ എന്തിനാണ് ഈ കല്യാണത്തിന് സമ്മതം മൂടുന്നത്? എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. എനിക്ക് ബേഗയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ല. എന്നിട്ടും അമ്മ എന്തിനാ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സിദ്ധു, നീ അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത് സിദ്ധു. നീ എന്തിനാ മേഘയെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത്? നിന്റെ അമ്മാവൻ എത്രമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നീ അമ്മാവനോട് ദ്രോഹമൊന്നും ചെയ്യരുത് സിദ്ധു. ഞാൻ ഈ വീൽ ചെയറിലായി. ഞാൻ നിന്നെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്നെ വളർത്തിയത് മുഴുവനും നിന്റെ അമ്മാവനാണ്, എൻ്റെ ചേട്ടനാണ്. എൻ്റെ ചേട്ടനോട് എനിക്ക് ദ്രോഹം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ നീ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ. പിന്നെ നിന്റെ അച്ഛന് ആക്സിഡൻറ്റ് പറ്റി. ഡോക്ടർ പറഞ്ഞു ജീവൻ രക്ഷിക്കാൻ പോലും പറ്റില്ലെന്ന്. പക്ഷേ എത്ര പണങ്ങളാണ് നിന്റെ അമ്മാവൻ മുടക്കിയെന്നറിയാവോ? ഇപ്പോഴും അങ്ങേര് നമ്മളെ സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിന്റെ പഠിപ്പിന് വേണ്ടി എത്ര പൈസ മുടക്കിയെന്നറിയാവോ? എത്ര കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തെന്നറിയാമോ? ആ അമ്മാവൻ്റെ മകളെ ഉപേക്ഷിക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു? എന്തൊക്കെ പറഞ്ഞാലും സിദ്ധു, നീ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? ഇങ്ങനെ ഒരു കളിപ്പാട്ടം, ഇഷ്ടമില്ലാത്തൊരു കളിപ്പാട്ടം തന്നിട്ട് ആ കളിപ്പാട്ടം നീ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ അമ്മ ഇത്. അമ്മ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ തമ്മിൽ ചേരേണ്ട ഒന്നല്ലേ?
അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? സിദ്ധു, നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും മേഘയെ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ. മേഘയ്ക്ക് എന്താണ് കുറവ്? അവൾ പത്രമാറ്റ് തങ്കമല്ലേ എന്നൊക്കെ പറയാണ്. അമ്മ ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ എനിക്ക് മേഘയെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഞാൻ മേഘയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റില്ല. അതെന്താ അമ്മ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയാണെങ്കിൽ നീ എന്താ സിദ്ധു ഇങ്ങനെ പറയുന്നത്? അപ്പം നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ഒന്ന് ഷോക്കാകുകയാണ്. അപ്പം ഷോക്കായി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ അമ്മ വീണ്ടും സംസാരിക്കുകയാണ്. സിദ്ധു, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നീ അത് മാറ്റി വെച്ചേര്. അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. നീ മേഘയെ തന്നെയാണ് കല്യാണം കഴിക്കും. ആ കല്യാണം വേണം ഇവിടെ നടക്കാനായിട്ട്. അഥവാ എന്നെ ധിക്കരിച്ച് നീ എന്തെങ്കിലും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ പിന്നെ ഈ അമ്മ മകൻ എന്നുള്ളൊരു ബന്ധം നീ അങ്ങോട്ട് മറന്നേക്ക് സിദ്ധു എന്ന് പറയാണ്. അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിദ്ധു. വേണ്ട, എന്നോട് ഇനി നീ ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അമ്മയുടെ വാക്കുകളെല്ലാം കേട്ട് ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ്. പിന്നീട് സിദ്ധു ഈ ചന്ദ്രികയെക്കുറിച്ച് തന്നെ ലെറ്ററിങ്ങിന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രികയെ, നീ എന്നെ എത്ര വെറുത്താലും മറന്നാലും എൻ്റെ സ്നേഹം നീ തിരിച്ചറിഞ്ഞില്ലെങ്കിലും പക്ഷേ നിൻ്റെ ഉള്ളിൽ ഞാൻ ജനിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നിങ്ങനെ ലെറ്ററിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മലർ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ സിദ്ധു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം മലരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ആ ഡയറി അങ്ങോട്ട് മൂടി വെക്കുകയാണ്. എന്താ സിദ്ധു എന്താ എഴുതുന്നത്? ഒന്നുമില്ല. ആഹാ, സിദ്ധു ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയോ? ഒന്നുമില്ല മലരെ. അല്ല, നിന്റെ അമ്മ എവിടെ? അത് പിന്നെ അമ്മ വീട്ടിലുണ്ട് സിദ്ധു. അതെന്താ, അമ്മ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല സിദ്ധു, അമ്മ ഇന്ന് ജോലിക്ക് പോയില്ല സിദ്ധു. അമ്മ ഇപ്പം ജോലിക്കും പോണില്ല, എന്നോട് സംസാരിക്കുന്നുമില്ല. അമ്മ വല്ലാത്തൊരവസ്ഥയിലാണ് സിദ്ധു. അയ്യോടാ, അതെന്ത് പറ്റി? എന്തു പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല സിദ്ധു. സിദ്ധു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഈ കൊച്ചും അതും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ശരിയടാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മലറിന് ഭയങ്കര സംശയം, എന്തായിരിക്കും സിദ്ധു ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് ആ ഡയറി ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. അത് പതിയെ നമ്മുടെ മലര് വായിക്കുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.